ആദ്യ പ്രണയം എത്രാം ക്ലാസ്സിൽ? അപ്പൊ ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹൂ നോസ് മീ ബെറ്റർ. അപ്പൊ ഇന്നറിയാം ഗൈസ് എന്നെ കുറിച്ച് ആർക്കാണ് നേരം പോലെ അറിയണെന്ന്. അപ്പൊ തുടങ്ങല്ലേ? അപ്പൊ മൊത്തം 20 ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫുഡ് സ്പൈസി ഓർ സ്വീറ്റ്? വേഗം എഴുത്. നിനക്കറിയാം എഴുതുന്നു. ഞാൻ എഴുതി. എഴുതിയോ? കഴിഞ്ഞോ? എന്നാ പറ. സ്പൈസി. യെസ്, സ്പൈസി. ശരിയായിട്ട് ഇക്കിട്ടാവേ. അപ്പൊ രണ്ടുപേർക്കും ഓരോ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇതില് ഫെയിൽ ആവുന്നവർക്ക് പണിഷ്മെന്റ് ഉണ്ട് ഗൈസ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എനിക്ക് പോവാൻ ഇഷ്ടമുള്ള സ്ഥലം? അറിയില്ല. എവിടെ? സിമ്പിള് പറയൂ, എവിടെയാണ് എനിക്ക് പോകുന്നത്? തായ്ലാൻഡ്. കാശ്മീർ. ആ, കാശ്മീർ. എന്താ വെച്ചാൽ ഇത് ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെറ്റ് ആയിട്ടില്ല. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകണില്ല. അത് ഞങ്ങൾ പോകുന്ന പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഫസ്റ്റ്. അങ്ങനെ പ്ലാന് പോവൊന്നുമില്ല, എന്നാലും ഞങ്ങൾക്ക് എനിക്കിഷ്ടമുള്ള ഒരു സ്ഥലമാണ്, പോണെന്ന് ആഗ്രഹമുള്ള സ്ഥലം. 3 വർഷം മുന്നേ പ്ലാൻ ചെയ്ത സ്ഥലമാണ്. അതെ, അങ്ങോട്ട് പോണം. അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്? എനിക്ക് ഏത് സബ്ജക്റ്റ് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, എന്നാലും എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഉണ്ട്. എനിക്കറിയാത്തോണ്ട് ഞാനല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്തെങ്കിലും എഴുതി വെച്ചിക്കണ്. വേഗം എഴുത്. എഴുതിയോ? പറ. മലയാളം. മലയാളം. ഇതൊക്കെ എല്ലാവർക്കും അങ്ങനെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം ഹാളിലൊക്കെ ഞാൻ ആകെ കൂടുതൽ എഴുതുന്നത് മലയാളമാണ്. വേറെ ഏത് ഞാൻ അങ്ങനെ എഴുതില്ല. പക്ഷെ മലയാളമാകുമ്പോ വലിച്ചെഴുതാലും. അതെ, എല്ലാ കഥയും വെളിച്ചു വാരി എഴുതും ചെയ്യും, ഇല്ലാത്ത കഥയ്ക്ക് ഉണ്ടാക്കി എഴുതും. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അതിലൊക്കെ കിട്ടാറുണ്ട് മാർക്ക്. അതെ, ഫുള്ള് ഒപ്പിച്ചൊപ്പിച്ച് എഴുതും. അതിനെക്കൊണ്ട് എനിക്ക് മലയാളം നല്ല ഇഷ്ടം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ? എനിക്കിഷ്ടപ്പെട്ട കളർ നീ ഇടക്കിടക്ക് മാറുന്നുണ്ട്. എല്ലാ കളറും ഇഷ്ടം, പക്ഷെ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം കളർ പറയട്ടെ. ബ്ലാക്ക് ആണോ? പറ. ബ്ലൂ. ബ്ലാക്ക്. പക്ഷെ ബ്ലാക്കിന് എഴുതിക്കണേ. ബ്ലാക്ക് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. 2 ഓപ്ഷൻ ഇടക്കിടക്ക് പറയാം. ബ്ലൂ ഇഷ്ടാണ്, പക്ഷെ കുറച്ചുകൂടെ അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ, ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ. അതെ ഗൈസ്. അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജ്യൂസ്? അത് നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാൻ ചാൻസ് ഇല്ല. പുറത്തു പോയാലൊക്കെ ഞാൻ കൂടുതലും അതാ കുടിക്കാറ്. ഞാൻ ഉദ്ദേശിക്കണ അറിയില്ല. ഇന്നലെ പറ ഏത് ജ്യൂസ് ആണോ? ഗ്രേപ്പ് ജ്യൂസ്. ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ പുറത്തു പോയിക്കാൻ അതേ ഞാൻ അധികം കുടിക്കുള്ളൂ. നീ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് കുടിച്ചാ അതാവും ഇതാവുന്നുള്ള കാര്യങ്ങളൊക്കെ. അതെ, അപ്പൊ അതാണ് ഗൈസ്. ഇന്നലെ ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസാരത്തിന്റെ ഇടയിൽ. നമുക്ക് കുടിക്കാൻ ആ ഒരു ഓർമ്മയിലെ ഗൈസ് ഞാൻ എഴുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ സ്കിൻ കെയർ റൊട്ടീനിൽ ഒഴിവാക്കാത്ത സാധനം? പ്രൊഡക്റ്റ്. ഞാൻ അത് ഒഴിവാക്കില്ല. അത് സിമ്പിൾ അല്ലേ, എല്ലാവർക്കും എല്ലാരും അത് ഉപയോഗിക്കുന്നതാണ്, ആരും ഒഴിവാക്കാത്ത സാധനമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതും ഇപ്പോഴത്തെ ഒരു ഇതില് ആരും ഒഴിവാക്കില്ല. എഴുതിയോ? രണ്ടും ശരിയാണ്. സൺസ്ക്രീൻ ആണ് ഗൈസ്. അതിലില്ലാണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ വരുമ്പോ വേറെ ആളായി വരും. അതാരം കൊണ്ട് എല്ലാരും അത് യൂസ് ചെയ്യും. ചിലവരൊക്കെ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ വാരി വലിച്ചൊന്നും യൂസ് ചെയ്യില്ല. എനിക്ക് തോന്നിയൊരു സൺസ്ക്രീം അത് ഞാൻ എപ്പോഴും ഒഴിവാക്കാതെ വരും. അത്രേ ഉള്ളൂ. അപ്പൊ ഗായ്സ്, ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാണ്.
എന്റെ ഷൂവിന്റെ സൈസ് എത്ര? ആറാ തോന്നുന്നു ഗൈസ്. എഴുതിയില്ലേ? ഞാനും 6 എന്നാണ് എഴുതിക്കണത്. 6 ആണ്. പക്ഷെ എനിക്ക് 6 എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. അവിടെ പോയി ഇട്ട് നോക്കിയാൽ 5 ആയിരിക്കും ചിലപ്പോ. 5 6 ആ ഞാനിവിടെ ഏകദേശം ഒരുപോലെ. ഒന്ന് ഉറപ്പിക്കാം 6 ആണോ 6. അപ്പൊ ഞങ്ങൾ ഇത് ആൻസർ ശരിയായിട്ട് ഞാനും 6 കണ്ട് ഗൈസ് ചെയ്തിട്ട്. പണിഷ്മെന്റ് ഉണ്ട്. എനിക്ക് കൊതിയാണ് പണിഷ്മെന്റ്. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇടാൻ ഡ്രസ് അല്ലേ? ഡ്രസ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്. അതെന്താ ഡ്രസ്സാ? ഉണ്ട് എനിക്ക്. ഞാന് ഇടാൻ മോഡേൺ ആണോ ട്രഡീഷണൽ ആണോ? എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഞാൻ ഇങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പറഞ്ഞ് പറയട്ടെ. മോഡേൺ ആണോ? പറ നീ ഏത് ഡ്രസ് ഇടാനാണ്? മോഡേൺ മോഡേൺ പറയുമ്പോ എങ്ങനത്തെ? ഈ ബനിയൻ പാന്റ്. നീയോ? അവളൊന്നും എഴുതിയിട്ടില്ല. ഒന്നും എഴുതിട്ടില്ല. നാറി. ഞാൻ പറയാ ഗൈസ് അവളെ എഴുതിയിട്ടില്ല. അതെ കൂടെ നടന്നിട്ട് അല്ലേ ഒരു കൺഫ്യൂഷൻ. കൂടെ നടന്നിട്ട് ഗൈസ് അങ്ങനല്ല. ഒന്നും ഇല്ല. അല്ല ഫേക്ക് ഫ്രണ്ട്. അപ്പൊ മോഡേൺ ആണ് ഇങ്ങനത്തെ ബനിയന് ജീൻസ് ലൂസ് ജീൻസ് ലൂസ് ബനിയൻ ഓവർ സൈസ് അങ്ങനത്തെ ഇടാൻ എനിക്ക് കംഫർട്ടബിൾ. എനിക്ക് പുറത്തു പോകുമ്പോ അത് ഇടാൻ ഇഷ്ടമുള്ളൂ. പിന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോ കൊറേ വാരി വിരിച്ച് പറയുമ്പോ എല്ലാം കംഫർട്ടബിൾ ആണ് അത്ര തന്നെ. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്റെ ലക്കി നമ്പർ 9 ആണോ? അയ്യോ എന്തിന്റെ ലക്കി നമ്പർ? ലക്കി നമ്പർ ഗൈസ്. ഇതൊക്കെ ഒരു 5 വർഷം മുന്നോട്ട് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് വെറുതെ. പക്ഷെ ഓർമ്മല്ല ഒന്നും. എന്റെ ഒരു ഇത് വെച്ചിട്ട് 3 ആണോ? ഞാൻ മനസ്സിൽ വിചാരിച്ച ഓളെ എഴുതിയിരിക്കണം. രണ്ടും കറക്റ്റ് ആണ്. 3 എനിക്ക് ലക്കി നമ്പർ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒരു നമ്പറാണ് 3. 1 തൊട്ടാ 3 എന്നാണല്ലോ. അതെ അത് എന്തുകൊണ്ടാണെന്നൊന്നും ആരും ചോദിക്കണ്ട. പക്ഷെ എനിക്ക് 3 ഇഷ്ടം. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ആരൊക്കെ ശരിയാക്കി എഴുതുന്നു നോക്കാം. എനിക്ക് ഇഷ്ടമുള്ള ലേസിന്റെ ഫ്ലേവർ. അയ്യോ വേഗം എഴുത്. ലേസിന്റെ ഫ്ലേവർ ഇതൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എനിക്കറിയണ കാര്യം. പക്ഷെ ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. മറവി സംഭവിച്ചോന്നുണ്ട്. പറയട്ടെ. എഴുതിയാ കഴിഞ്ഞാ? റെഡ് ആണോ? ഗ്രീനാണോ? ബ്ലൂ ആയിരിക്കും. യെല്ലോ. ഞാൻ പറഞ്ഞില്ല ഇന്നലെ യെല്ലോ ആയിരിക്കും പറഞ്ഞില്ലേ? 2 പൊട്ടത്തികളും തെറ്റിച്ച് എഴുതി. എനിക്ക് അപ്പളേ അറിയായിരുന്നു. എനിക്കിങ്ങനെ യെല്ലോ ഫ്ലേവർ ഉള്ള ഇതന്നെ ഓർമ്മ തന്നെ. എനിക്ക് യെല്ലോ ഇഷ്ടം. ഫസ്റ്റ് റെഡ് ആയിരുന്നു കേട്ടോ. അതായിരിക്കും റെഡ് എഴുതിയത്. ഫസ്റ്റ് റെഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് യെല്ലോ ആണ് ഇഷ്ടം. കണ്ട ഫസ്റ്റ് ഇത് കാര്യക്ക് എനിക്ക് ഓർമ്മ ഉണ്ട്. എന്താ ചെയ്യോ? ഇപ്പൊ യെല്ലോ ആണ്. നീ എന്താ ബ്ലൂ എഴുതി? ബ്ലൂ അല്ലേ? അല്ല ഗ്രീനില്ലേ? ഗ്രീനും ഇഷ്ടമാണ്. യെല്ലോ കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ ആട്ടോ ഇപ്പൊ ഇഷ്ടം. പക്ഷെ ഫസ്റ്റ് യെല്ലോ അല്ലേ? അപ്പൊ അതിന് വന്നില്ല കേട്ടോ. അപ്പൊ അവന് മാർക്കില്ല. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു 10 ക്വസ്റ്റ്യൻ ഉള്ളു ഗൈസ്. അപ്പൊ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് കാർട്ടൂൺ? അതറിയാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പോഴും ഇൻസ്റ്റയില് റീലൊക്കെ കാണുമ്പോ പറയാറുണ്ട് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഷെയർ ചെയ്തിട്ട് കൊറേ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. ഞാൻ എഴുതിയിട്ടുണ്ട്. അതോണം അറിയില്ല ഗൈസ്. ആ പാട്ട് ഇപ്പോഴും എനിക്കറിയാം. ഫുള്ള് പാട്ടും. അതാണോ? അതൊക്കെ നീ എഴുത്. ഞാൻ എഴുതി. നീ എഴുതിയോ? പറയട്ടെ. പറ. മായക്കണ്ണൻ. ഞാനും മായക്കണ്ണനാണ് എഴുതിക്കുന്നത്. മായക്കണ്ണൻ അതാണ് ഇഷ്ടം. ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ടടി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടി വന്നിട്ട് ഇരിക്കും ടിവിന്റെ ഫ്രണ്ടിൽ. അത് കാണാൻ വേണ്ടി. അത് ഇപ്പോഴതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇല്ല. പക്ഷെ പഴയ എപ്പിസോഡ് ഞാൻ ഇപ്പൊ ഇങ്ങനെ കാണാറൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിക്കുന്ന ടൈമില്. ഇപ്പത്തെ പിള്ളേർക്ക് അതൊക്കെ മിസ്സായി. അതെ അടിപൊളിയായിരുന്നു. പണ്ടൊക്കെ അടിപൊളിയായിരുന്നു. മർസുപ്പിലാമി. അതിന്റെ പരസ്യം വന്നാൽ തന്നെ ഞാൻ വന്നിരിക്കും ടിവിയുടെ ഫ്രണ്ടിലേക്ക്. ഡോറാബുജി. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻട്രോവേർട്ട് ആണോ അതോ എക്സ്ട്രോവേർട്ട് ആണോ? അതിനെ പരിചയപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഞാൻ എന്താണെന്ന്. അല്ല പരിചയപ്പെട്ടു പെടാത്തവരടുത്ത് ഉണ്ടാവുമല്ലോ. അവർക്ക് നീ എങ്ങനെയാണെന്നുള്ളതിലല്ലേ. എഴുതിയോ?
പറ. ഇൻട്രോവേർട്ട് അല്ലേ? നീയോ? ഞാൻ ഇൻട്രോവേർട്ടിനായിരിക്കും. അതെ, ഞാൻ ഇൻട്രോവേർട്ടാണ് ഗൈസ്. ഞാൻ ആരോടത്തും ഞാൻ സംസാരിക്കില്ല. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അയാളെ ഇങ്ങനെ സ്കാൻ ചെയ്യും, എങ്ങനെയാണ് അയാള്, എങ്ങനെയാന്ന് എന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അവർക്ക് കൂടുതൽ സംസാരിക്കും. വിശ്വസിക്കാനും പറ്റൂല. ആ അങ്ങനെയല്ല, ചിലര് കണ്ടിന് ചാടിക്കറി സംസാരിക്കാതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പോവും, സംസാരിക്കും. അവരെങ്ങനെ എന്താന്നൊക്കെ അറിഞ്ഞ് അവരായിട്ട് ഒരാഴ്ചക്ക് എടുക്കായിരിക്കും ചിലപ്പോ. അവരെങ്ങനെയെന്നൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഞാൻ നല്ല സംസാരിക്കും. പിന്നെ എന്റെ വായ പൊത്തണ്ടി വരും. അതാണ്. അപ്പൊ നീ എക്സ്ട്രോവേർട്ട് ആയി പോയി. അതെ, അപ്പൊ ഞാൻ എക്സ്ട്രോവേർട്ട് ആവും. അതുവരെ ഞാൻ ഇൻട്രോവേർട്ട്, കട്ട ഇൻട്രോവേർട്ട്. എന്നിട്ട് എല്ലാരും പറയും ചാടിയാണ്, അതാണ് ഇതാണ്. കാര്യമില്ല ഗൈസ്. അങ്ങനെ ഇതാ നല്ലത്. എന്നെ പോലെ എല്ലാരും ആവുക, ഇതാണ് നല്ലത്. ഈ ക്വസ്റ്റ്യൻ അറിയും. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഞാൻ കരയാൻ കാരണമായിട്ടുള്ള ഒരു സിനിമ. ഞാൻ മോങ്ങിയിട്ടുണ്ട് ഈ സിനിമ കണ്ടിട്ട്. നല്ല രീതിക്ക് പട്ടി മോങ്ങുന്ന പോലെ ഞാൻ മോങ്ങിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ ഞങ്ങളും കണ്ടിട്ടുണ്ട്. 2 സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നല്ലോണം കരഞ്ഞത് ഒരു സിനിമയല്ല. പറയട്ടെ? പറ. കൽബ്. നീയോ? കൽബല്ലേ? യെസ്, കൽബ്. അതെന്താന്നറിയില്ല, ചിലവർക്ക് അത് ഭയങ്കര ഊള സിനിമ ആയിട്ട് തോന്നി. പക്ഷെ എനിക്കൊക്കെ ഭയങ്കര ഫീൽ ചെയ്യാൻ പറ്റും. നമ്മള് ഒരു ഇത് അങ്ങനെ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് അപ്പൊ ഞാൻ നല്ല രീതിക്ക് ഞാൻ ആ സിനിമ കണ്ടിട്ട്, ഞാനത് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാ കണ്ടത്. നല്ല രീതിക്ക് കരഞ്ഞു ഗൈസ് ആ സിനിമ കണ്ടിട്ട്. നിങ്ങൾ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏകദേശം എല്ലാരും കരഞ്ഞിക്കണു ആ സിനിമ കണ്ടിട്ട്. സിനിമ കാണാൻ വന്നിട്ട് നമ്മളെല്ലാരും ഒപ്പം സംസാരിക്കും. കരച്ചിലാണോ സങ്കടാണോ. അതാണ് ഗൈസ്. അപ്പൊ ആ സിനിമ വല്ലാത്തൊരു സിനിമ. ആ ഇറങ്ങിയ ടൈമിലൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടോ? എല്ലാരും കണ്ടിട്ടുണ്ടാവും ആ സിനിമ. ചോദിച്ചവരത്തൊക്കെ എല്ലാരും ഏകദേശം. പിന്നെ ചിലര് പറഞ്ഞ് ഭയങ്കര ഊള സിനിമയാണെന്നൊക്കെ. പക്ഷെ എനിക്ക് എന്തായാലും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അപ്പൊ 14ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ ഇനി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും അറിയും, ഇത് 2 പേർക്കും അറിയും. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മറക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പെറ്റിന് ആദ്യമായിട്ട് ഇട്ട പേര്. അത് വല്ലാത്തൊരു പെറ്റായിരുന്നു ഗൈസ്, മറക്കൂല. എന്താണ്? ഡുണ്ടൂസ്. ഞാൻ ഡുണ്ടുമണി ഡുണ്ടു മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതാണ് കേട്ടോ ഗൈസ്. ഞങ്ങളുടെ വീട്ടില് പൂച്ചയായിരുന്നു. എന്താ വെച്ചാൽ അടിപൊളിയായിരുന്നു. ചെറുപ്പത്തിൽ കൊണ്ടുവന്ന പാല് കുടിക്കുന്ന ടൈം എന്നൊക്കെ പറയില്ലേ. അതെ, ഇവിടൊക്കെ ഫസ്റ്റ് കണ്ടതിന് ഓടിയിരുന്നു. പിന്നൊക്കെ ഭയങ്കര പാവായിരുന്നു. അത് ഒന്നും ചെയ്യില്ല. ഞങ്ങളൊന്നും ഇതുവരെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇല്ല ഗൈസ്, കൊറേ ആയി. എത്ര വർഷം നിന്നു? അത് 3-4 വർഷമൊക്കെ നിന്നു. പിന്നെ അങ്ങനെ അതിന്റെ കുട്ടി ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. അതെ, കുട്ടികളൊക്കെ ഇപ്പൊ അതേ കൊടുത്തിട്ട്. പക്ഷെ അതിപ്പോ ഇല്ല. ഭയങ്കര പാവം പൂച്ചയായിരുന്നു. അതിന് പകരം ഇപ്പൊ എന്റെ വീട്ടില് 2 എണ്ണം ഉണ്ട് കേട്ടോ. 2 എണ്ണം ഉണ്ട്. ഇത് കറക്റ്റ് ആക്കിയില്ലെങ്കിൽ ഞാൻ അവിടെ കടന്ന് മോങ്ങും. എന്താന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ശരിയില് കുറച്ചിതാവുമല്ലോ. ഓർമ്മയില്ല. എന്തൊരു കിട്ടോ? ഒരു മിനിറ്റ്. ഇവിടെ എന്താ ഏകദേശം ഞാൻ ഇപ്പൊ വീഡിയോ ഓഫ് ആക്കിട്ട് പോകും. 18 തോന്നുന്നു. മതിട്ടോ, ഇനി എഴുതാൻ പറ്റില്ല. പറഞ്ഞോ, നീ പറ. കൺഫ്യൂഷൻ 18ആണെന്നുള്ളത്. ഇക്കില്ലേ ഇവളുടെ അഫ്സലിയും കറക്റ്റ് ആയോണ്ട് എനിക്കത് ഓർമ്മ. 18/9/2005 കറക്റ്റ് ആണ്. ഞാൻ 17/9/2005. ഒരു ഡേറ്റ് മാറിപ്പോയി. 18 ആണ്, ഇവള് 17. എനിക്ക് ഇവര് ഈ ഒരു ഡേറ്റ് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ് ഗൈസ്. എടി അന്ന് ഫേക്ക് ഫ്രണ്ട് അല്ല അങ്ങനെയല്ല. ഇത് ഇവരുടെ ഈ ഡേറ്റ് എനിക്ക് ഭയങ്കര. അതെ, ഒരു ഡേറ്റ് മാറിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് പണിഷ്മെന്റ് കൊടുത്ത് ഒഴിവാക്കാം. എന്തായാലും ഇതിനെന്തായാലും പണിഷ്മെന്റ് കൊടുക്കണം ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവള് എന്റെ ഒപ്പം കൂടിയിട്ട് 1-2 വർഷം ഒന്നല്ല, ചെറുപ്പം തൊട്ടേ എന്റെ ഒപ്പം കൂടിയതാണ്. അപ്പൊ മറക്കാൻ പാടില്ല അങ്ങനെ. ഇപ്പൊ 16ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ നീ ചോദിക്കാൻ പോണത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഇത് 2 പേരും എഴുതും ഉറപ്പാ. പക്ഷെ അത് കറക്റ്റായിട്ട് ഞാൻ ചോദിക്കും കേട്ടോ എങ്ങനത്തെയാണെന്നൊക്കെ. ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഈ പൊട്ടത്തേതൊക്കെ ഞാൻ 3-4 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് എത്ര തിന്നാലും മടുക്കുന്നില്ല ഗൈസ്. അത് മടുക്കാത്തൊരു ഭക്ഷണമാണ്. എന്താന്ന് ആ ഡയലോഗ് എനിക്ക് ഓർമ്മ. പറ. മന്തി. എന്ത് മന്തി? അൽഫാം മന്തി. യെസ്, അൽഫാം മന്തി. അത് എത്ര കിട്ടിയാലും ഇപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ 4 ദിവസം അടുപ്പിച്ചെന്തായാലും ഞാൻ പിറ്റേ ദിവസം പിന്നെയും ആണെന്ന് പറയും. അതാണ് എന്റെ സ്വഭാവം.
എന്താന്നറിയില്ല, അത് മാത്രം മടുക്കാത്തൊരു അന്നിനോട് പറഞ്ഞ ഓർമ്മയുണ്ട്, മടുക്കില്ല ഫുഡ് കഴിച്ചാൽ. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ രാവിലെ എത്ര മണിക്ക് എണീക്കും? അയ്യോ കേൾക്കാണ്ട് ഉമ്മച്ചി അവിടുന്ന് 12 മണി. പറയൂ എത്ര മണിക്ക് നീക്കല്? അതൊക്കെ ഞാൻ കൊറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ഇത് സ്കൂളില്ലാത്തപ്പോഴാണോ സ്കൂളുള്ളപ്പോഴാണോ? സ്കൂളുള്ളപ്പോ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു ഇത് പറഞ്ഞാൽ എനിക്കൊരു 9:30ക്കാണ് ബസ്. അപ്പൊ ഞാൻ എത്ര മണിക്ക് എണീക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എഴുതിയാ? ആ പറ. 8 മണിയാണോ? സാജി പറ. ഞാനും 7 മണി. ഞാൻ 7 മണിക്ക് എണീക്കും. ഞാൻ ഫസ്റ്റ് എഴുതിട്ട് നോക്ക് 8 മണി 9:30ക്ക് എനിക്ക് കറക്റ്റ് ബസ് സ്റ്റോപ്പിൽ എത്തിയാൽ എനിക്ക് ബസ് കിട്ടുള്ളൂ. അതേരം കൊണ്ട് നേരത്തെ എണീക്കും. സ്കൂളില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഞാൻ പോത്ത് പോലെ കിടന്ന് ഉറങ്ങും. അപ്പൊ 12 മണിക്കാണ് നീക്കുള്ളൂ. 12 മണിയില്ല, ഒരു 10, 9:30, 9:45 അങ്ങനെയൊക്കെ. 12 മണിയൊന്നും ഇപ്പല്ല. 12 മണി പറയാം ഗൈസ്, ഞങ്ങൾ ഇങ്ങോട്ട് 1 മണിക്ക് വന്നിട്ട് വേണം വിളിക്കാൻ. സത്യമായിട്ടും ഇല്ലാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, എനിക്ക് കഴിച്ചാൽ അലർജി ഉള്ള ഫുഡ്. അലർജി എന്നല്ല, എനിക്ക് കഴിച്ചാൽ പറ്റാത്തൊരു ഫുഡ്. എനിക്ക് തീരെ പറ്റില്ല. ഫുഡ് ഐ മീൻ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസില് എഴുതിയോ? എഗ് ആണോ? ബീഫ്. യെസ്, ഒന്ന് ബീഫ്. എത്ര സാധനങ്ങൾ ഉണ്ട് എനിക്ക് പറ്റാത്ത. എണ്ണമെഴുക്ക് എനിക്ക് പറ്റില്ല കൈസ്. എണ്ണക്കടി ഒന്നും എനിക്ക് പറ്റില്ല. ഇതാണ് അംഗം. എണ്ണക്കടി കഴിച്ചാൽ എനിക്ക് വേഗം. അതാ ഞാൻ ചോദിച്ചത്, ഇങ്ങനെ എന്തിലൊരു ഫുഡ് എഴുതി കൂടെ. അതുപോലെ തന്നെ ബീഫ് പിന്നെ ഈ എണ്ണക്കടി പറ്റൂല. പിന്നെ എന്താ വെച്ചാൽ ചക്ക കഴിച്ചാൽ എനിക്ക് വയറുവേദന നല്ല രീതിക്ക് ഉണ്ടാവും. ചക്ക വയറുവേദന ഉണ്ടാവും. അങ്ങനെ കുറച്ച് ഫുഡുകൾ. ഞാൻ ഫുഡ് പോയ്സൺ പിടിച്ചു ഗൈസ്, നല്ല രീതിക്ക് പിടിച്ചു. അപ്പൊ പിന്നെ അതോടെ നിർത്തിയതാണ് ഞാൻ ബീഫ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ഗൈസ്, വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്റെ ആദ്യ പ്രണയം എത്രാം ക്ലാസ്സിലാണ്? ആരാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് എത്ര ക്ലാസ്സിലാണെന്നുള്ളത് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ്. ഈ സ്കൂളിൽ നിന്നല്ല, ഈ സ്കൂളിൽ പ്രേമിച്ചിട്ടില്ലായിരുന്നു. ഇല്ല. എഴുതിയോ? അപ്പൊ ഗൈസ് ഞാൻ എഴുതിയിട്ടുണ്ട്. നീ എഴുതിയോ? എന്നാ പറയും. 8ാം ക്ലാസ് ആണോ? അതും സ്കൂളിലെ പേര് ഞാൻ പറയുന്നില്ല ഗൈസ്, 8th കേട്ടോ. എല്ലാരും ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എടുക്കുക ഗൈസ്. ഇതിന് ഇതൊന്നായിട്ട് ആരും വരേണ്ട ഒരാവശ്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിൽ പറയുമ്പോ അങ്ങനൊന്നും പ്രേമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ലെന്നാണ്. അതെ, ഉണ്ടായത് വെച്ച് കഴിഞ്ഞാൽ വായ നോക്കി നടക്കുക, ഒരാൾ വന്ന് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ആർക്കും ഇല്ലാത്തതായിട്ട് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് 8ാം ക്ലാസ്സിലായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ പുതിയ സ്കൂള് പത്തിരിപ്പാല സ്കൂളിൽ പോയി ചേർന്ന ആ ടൈമിൽ ഉണ്ടായിരുന്ന. അതെ, പത്തിരിപ്പാല സ്കൂളില്. അവിടെ അടിപൊളി സ്കൂൾ ആയതുകൊണ്ട് പിന്നെ അവിടെ ഞങ്ങൾ 3 പേരും അവിടെയാണ് പഠിച്ചിറങ്ങിയത്. അതോട് തറായി പോയിട്ടുണ്ട്. പ്രേമം എന്ന് പറയാൻ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ആ ടൈമിൽ തോന്നിയിട്ടുണ്ട് ഒരാളോട്. അങ്ങനെ തോന്നില്ല, ഇങ്ങോട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അത്രേ ഉള്ളൂ. ഇനി ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. കുടുംബകല അതെ, ഇനി പ്രേമം എന്നൊക്കെ പറഞ്ഞു ഓപ്ഷൻസ് എന്തായാലും കൊടുക്കാം. ഞാൻ ഉണ്ടാക്കിയ ഫുഡില് ഫ്ലോപ്പ് ആയത് ഏത് ഫുഡാണെന്നുള്ളത് അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. എന്താ വെച്ചാൽ ഫ്ലോപ്പ് ആവുന്നുള്ളതുകൊണ്ട് തന്നെ ഉമ്മ സാധനങ്ങളൊന്നും അങ്ങനെ വേസ്റ്റ് ആക്കാനൊന്നും തരൂല കേട്ടോ. ഇല്ല, 2-3 നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ലുക്കില്ലെങ്കിലും ടേസ്റ്റ് കറക്റ്റ് ആയിരിക്കും. ഏതാണ് ഓപ്ഷൻസ് തരാം ഞാന്. ഒന്ന് കേക്ക്, പുഡിങ്. കേക്ക്, പുഡിങ്, പിന്നെ ഒരു സാധനം കൂടി ഉണ്ടാവുമല്ലോ, പായസം. ഇതിലേതാണ്? സത്യം പറയാലോ ഇത് ഫ്ലോപ്പ് ആയിട്ടുണ്ടാവും. അതായിരിക്കും സത്യം. പുഡിങ് അതൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ എഴുതിട്ടോ. പറ. പുഡിങ്. അത് നീ എന്റെ അടുത്ത് ഒരു വട്ടം പറഞ്ഞിട്ട്. ഒരു വട്ടം പുഡിങ്ങും അയക്കണു, ഒരു വട്ടം കേക്കും ഫ്ലോപ്പ് അയക്കണു. സത്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഭയങ്കര ഫണ്ണി ആയിരുന്നു ഗൈസ്. നീയാണോ പറയുന്നത്? മൈക്കില്ലാത്തോണ്ട് അതിന്റേതായിട്ടുള്ള നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തെറ്റിച്ചിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചു. നീയോ? എന്റെ 15 ഞാൻ 5 തെറ്റിച്ചു.
അപ്പൊ അറിയാലോ ആർക്കാണ് പണിഷ്മെന്റ്. ഗൈസ് അത് ചെറുപ്പം പോലെ അവള് കൂടുതലുണ്ട്. ഇവളിപ്പോ ഇവിടുന്ന് ഇറങ്ങി വന്നാണ്. അല്ല ഞാൻ പിന്നെ ഈ അടുത്തായിട്ട് വന്നതാട്ടെ ഗൈസ്. അതുകൊണ്ട് അടുത്തല്ല മീൻസ് എന്നാലും കുറച്ചായിക്കണു. എത്ര തെറ്റിച്ചു? 4 തെറ്റിച്ചു ഗൈസ്. അത് കുഴപ്പമില്ല. അപ്പൊ പണിഷ്മെന്റ് കൊടുക്ക ഗൈസ്. എന്താവോ എന്തോ എടുത്തിട്ട് വരാം. അപ്പൊ എന്താന്ന് നോക്കിയാലോ, നാരങ്ങ ഗൈസ് ലെമൺ ആണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ നോ എക്സ്പ്രഷൻ ഇടാണ്ട് ഇവള് ഇത് ക്യാമറയിൽ നോക്കിട്ട് ഇവളൊക്കെയാണ് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇവളൊക്കെയാണെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവൾക്ക് അവള് ഇടക്കിടക്ക് കഴിക്കലുണ്ട്. എക്സ്പ്രഷൻ മുഖത്ത് വന്നു പോയിട്ട് ഗൈസ്. വന്നു കഴിഞ്ഞാൽ ഇവൾക്ക് എന്റെ വക 10 കുത്ത്, ഇവളുടെ വക 10 കുത്ത്. അത് വേണ്ടടി, അപ്പൊ കഴിക്കട്ടെ ഗൈസ്. കുറച്ച് എടുത്തേക്ക് വന്നു എക്സ്പ്രഷൻ ഇല്ലാണ്ട് പ്രേക്ഷകർക്ക് അതൊരു നോ എക്സ്പ്രഷൻ സജില. പോയി തുപ്പരുത് ഇറക്കി വിട്ടോ. തൊണ്ടേ കൊടുക്കും. ഇരുന്നോ. എങ്ങനെയുണ്ട് സജില? വെള്ളം തരൂ? വെള്ളം തരില്ല, വീഡിയോ ചെയ്യട്ടെ ഗൈസ്. ഭയങ്കര എരിവിനൊക്കെ ഭയങ്കര ആർന്നു ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനിയും ഇങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക എല്ലാവരും. ചലഞ്ച് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ ഗൈസ്.